കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈ പിടിക്കാൻ തയ്യാറാകുന്നത് അവരാണ് നിങ്ങളുടെ കുടുംബം. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്തു വന്നാലും അവ പിന്തുടരാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്ക് നിൽക്കില്ല. തുറന്ന മനസ്സോടെ സംസാരിക്കുന്നവരിൽ കളങ്കമുണ്ടാവില്ല. ഓർക്കുക, തെളിച്ചമുള്ള മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴി എവിടെയെങ്കിലും കാണും. അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിക്കുന്നത്. ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ചു കാണിച്ചാലും കാലം അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തും. ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിൽ എത്തിക്കുന്നത്. മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിൽ ആക്കുന്നത്. അമിതമായ വികാരമാണ് മനുഷ്യനെ ഭ്രാന്തിൽ എത്തിക്കുന്നത്. അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിലാക്കുന്നത്. വിശദീകരണങ്ങൾ നിരത്തി വിശ്വാസം തേടരുത്. ജീവിതാവസാനം വരെ വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. തമ്മിൽ മനസ്സിലാക്കി കൂടെ കൂടിയവർക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. ജീവിതം ഒരു യാത്രയാണ്. ചില യാത്രകളിൽ സ്വപ്നങ്ങൾ കൂട്ടുണ്ടാകും, ചില യാത്രകളിൽ വേദനകളും, മറ്റു ചില യാത്രകളിൽ മനസ്സ് നിറയെ പ്രതീക്ഷകളും. എന്നാൽ യാത്ര സുന്ദരമാക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ദൗത്യമാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിന് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലെകളാണ്. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. നിങ്ങൾ ദുഃഖത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. സ്വന്തം വില കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുക എന്നത്. മടുത്തവരുടെ അടുത്ത് എത്രയൊക്കെ യാചിച്ചാലും പിന്നാലെ പോയാലും തിരിച്ചു കിട്ടുന്നത് ഒഴിവാക്കൽ മാത്രമായിരിക്കും. ബന്ധങ്ങൾ പക്ഷികളെ പോലെയാണ്. നമ്മൾ മുറുകെ പിടിച്ചാൽ അത് ചത്തുപോകും. അയച്ചു പിടിച്ചാലോ അത് പറന്നുപോകും. എന്നാൽ സ്നേഹത്തോടെ പരിചരിച്ച് പിടിച്ചാൽ അത് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. കടന്നുപോയ ദിനങ്ങൾ, കണ്ടുമുട്ടിയ മുഖങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, കഴിഞ്ഞുപോയ സമയം, വേദനിപ്പിച്ച വാക്കുകൾ, തനിച്ചായ നിമിഷങ്ങൾ, ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ, മനസ്സ് കീഴടക്കിയ സ്നേഹം എല്ലാം പാഠങ്ങളാണ്, പഠിക്കാനും തിരിച്ചറിയാനും.